നമ്മൾ രവീന്ദ്ര മാഷെ പറ്റി പറയുമ്പോ ഹരിമുരളീരവം എന്ന് പറയുന്ന ഒരു പാട്ട് ഉറപ്പായിട്ടും നമ്മൾ പറയണം. ആ പാട്ടിൽ 2 കൊലപാതകമുണ്ട്. ഓർമ്മയുണ്ട്? അതിന്റെ വിഷ്വലിന്റെ ബീജത്തില് 2 കൊലപാതകമുണ്ട്. നമുക്ക് ഹരിമുരളീരവം എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മൾ ഒരു ക്ലാസിക്കലായിട്ട് അതിന്റെ വിഷ്വൽ വരുമ്പം അതെ, അത് ബോംബെയിലെ ഒരു ദാദ പോയി ഒരു കല്യാണ വീട്ടിൽ കയറി ചെയ്യുന്നത്. അഭിമന്യുവിലെ പാട്ടുകളില് അതെ അങ്ങനത്തെ ഒരു സ്റ്റോറി അങ്ങനെ ആയിരുന്നു. അല്ല, അഭിമന്യു എന്ന് പറഞ്ഞ സിനിമ കൈതപ്രം സാറിന്റെയും രവീന്ദ്ര മാസ്റ്ററുടെയും കോമ്പിനേഷനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. രാമായണക്കാറ്റെ പോലെ ഒരു പാട്ട് നമുക്ക് ഇത്രയും വർഷത്തിന് ശേഷം സ്റ്റേജിൽ അത് എപ്പോഴും ആ ഇറങ്ങിയ വർഷത്തെ അതേ സ്പിരിറ്റോട് കൂടി ആള് പാടുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പാട്ട് അല്ലെ. പിന്നെ ഞാൻ എപ്പോഴും സാറിനോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാറ്റിനെ കുറിച്ചല്ലേ, രാമായണക്കാറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റ്. ഞാന് അതിലേക്ക് വരുമ്പോ ഒന്നുകൂടെ തിരുമേനോട് ഞാൻ നേരത്തെ അമരത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നൗകയെ പറ്റി പറഞ്ഞല്ലോ. ഈ രാമായണക്കാറ്റ് ബോംബെയിലാണ് നടക്കുന്നത്. അവിടെ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദങ്ങൾ പടർന്നു വരും എന്നൊരു വരി അതിനകത്ത് എഴുതുക എന്ന് പറയുന്നത് അത് പലരും തെറ്റിച്ച് രാത്രി ബന്ധനങ്ങൾ രാഖി ബന്ധനത്തിന്റെ ആണ്. അതുപോലെ ഈ ഹോളി സെലിബ്രേഷന്റെ ഒരു അറ്റ്മോസ്ഫിയറിലാണല്ലോ ആ പാട്ട്, രാഖി ബന്ധനവും ഈ ബോംബെയുടെ ഇത് കാണിക്കാൻ. അതിൽ വേറൊരു പാട്ടുണ്ട്, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ. അത് പിന്നീട് കുറെ ഇങ്ങോട്ട് അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന പൂക്കുന്ന നാട്ടിൽ, അതിലും അതിനകത്ത് ഹോളിയുടെ അത് പക്ഷെ ഗിരീഷേട്ടൻ എഴുതിയതാണ്. അത് എഴുത്തല്ലേ സംഗീതത്തിന്റെ പറയുന്നത്. സംഗീതത്തിലും ഈ ബോംബെ ആണോ ഈ കഥാപാത്രം, അതൊരു എഴുത്തുകാരനാണെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ഹിന്ദി പാട്ട് ചെയ്തില്ലേ, അത് ടപ്പേന്ന് പറഞ്ഞ ഹിന്ദിയിൽ നിന്ന് ഇത് മലയാളത്തിലോട്ട് ചാടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെ, നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ കേരളത്തിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഈ ട്രെയിൻ കേരള സംസ്ഥാനത്തിലോട്ട് കയറുന്നില്ല, കൊന്നപ്പൂ പൂക്കുന്ന മറ്റേ പാട്ടില്. അതെ അതെ, ശരിക്കും അഭിമന്യുവിലെ പാട്ടുകൾ നോക്കുമ്പോൾ അതിലേറ്റവും ആ പാട്ട് ഒന്ന് ഗണപതി ബപ്പ മോറിയ ഒരു ആഘോഷത്തിന്റെ ഈ ഗണേശോത്സവത്തിന്റെ പാട്ട്, അതുപോലെ ഈ നമ്മൾ പറഞ്ഞ പാട്ട് രാമായണക്കാറ്റ് എന്ന് പറഞ്ഞത് ഒരു ആഘോഷത്തിന്റെ പാട്ട്. അതിലേറ്റവും മനോഹരമായ പ്രണയഗാനമുള്ളതാണ് കണ്ടു ഞാൻ മിഴികളിൽ. MG ശ്രീകുമാരേട്ടന്റെ കരിയറിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതാണ്. എല്ലാ പാട്ടും MG ശ്രീകുമാരൻ പാടിയിരിക്കുന്നത്. കൺമണി തിങ്കള് നിൻ കളങ്കം കാശ്മീര കുങ്കുമ നീ സുമംഗലിയാകും ദീർഘ സുമംഗലിയാകും. ആശംസയാണ്. അത് ഒരു പക്ഷെ ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ്. നമ്മളിപ്പം ഇതിപ്പോ റിഹേഴ്സൽ ചെയ്തല്ലോ നമ്മൾ മിണ്ടുന്നത്. ഇത് മലയാളിയുടെ ബ്ലഡില് മിക്സ് ചെയ്ത് വിട്ടേക്കാണ്. അരിച്ചെടുത്താൽ ഇതെല്ലാം വരും. അല്ലാതെ സ്വർണ്ണത്തരികൾ കിട്ടും, സ്വർണ്ണത്തരികൾ കിട്ടുന്ന അവസ്ഥയിലുള്ള സൃഷ്ടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്.